പ്രശാന്തേട്ടാ, നമ്മൾ വീണ്ടും ബംഗ്ലാദേശിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബംഗ്ലാദേശ് അല്ല പക്ഷേ നമ്മുടെ വിഷയമെങ്കിലും ബംഗ്ലാദേശിൽ തുടങ്ങി നമുക്ക് ആ ചർച്ചയിലേക്ക് നമുക്ക് പോകാം. ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന സ്ഥാനഭ്രഷ്ടയായി. നമ്മുടെ അവിടുത്തെ പട്ടാള മേധാവിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുതെന്ന് ഷേഖ് ഹസീനയോട് പറഞ്ഞിരുന്നു, സൂചിപ്പിച്ചു. പക്ഷേ ഷേഖ് ഹസീന കേട്ടില്ല. ഇവിടെ നമ്മുടെ ഇൻ്റലിജൻസ് അവിടെ വിവരം കൊടുക്കുന്നു. ബംഗ്ലാദേശിന് നാഷണൽ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കലാപം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഈ പട്ടാള മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ ഈ രഹസ്യാന്വേഷണ ഏജൻസിക്ക് അറിയാം. അവർ അങ്ങനൊരു വിവരം ഈ പ്രധാനമന്ത്രിക്ക് കൈമാറിക്കാണില്ലേ? അപ്പോൾ അവരതിൻ്റെ മുൻകരുതൽ എടുത്തിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവർക്ക് പുറത്തു പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് കഴിഞ്ഞിട്ട് അടുത്തയിലേക്ക് വരാം. അതല്ല നമ്മുടെ വിഷയം. ഇതിലേക്ക് കടന്നിട്ട് അതിലേക്ക് പോകാം. ജോണെ, അത് അവിടുത്തെ പട്ടാളത്തെ ഉൾപ്പെടെ വിലക്കെടുത്തിരിക്കുന്നതായിട്ടാണല്ലോ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പട്ടാളത്തെ വിലക്കെടുത്തവർക്ക് രഹസ്യാന്വേഷണ ഏജൻസിയും വിലക്കെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പട്ടാളമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും രഹസ്യാന്വേഷണ ഏജൻസി. വിവിധ ഹെഡുകളുണ്ടെങ്കിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനകത്ത് ബന്ധങ്ങളൊക്കെ കാണും. രഹസ്യങ്ങൾ കൈമാറുന്നത് ഏത് തരത്തിന്, പട്ടാളത്തിനാണോ കൈമാറുന്നതോ പ്രധാനമന്ത്രിക്കാണോ അല്ലെങ്കിൽ വേറെങ്കിലും ഇതിനാണോ എന്നുള്ളതിനെപ്പറ്റി, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കാണോ എന്നുള്ളതിനെപ്പറ്റി നമ്മുടെ രാജ്യം അവർക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ രാജ്യത്തെ രീതിയാണോ എന്ന് അറിയത്തില്ല. ഏതായാലും ഈ പറയുന്ന രഹസ്യാന്വേഷണ വിഭാഗമൊന്നും അത്ര പ്രബലമല്ല. ബാക്കിയുള്ള രാജ്യങ്ങളുടെ കൂട്ട് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം പോലെയോ CIA പോലെയോ പാകിസ്ഥാൻ്റെ നമുക്ക് പ്രോപ്പർ അല്ലാത്ത, അവർ ഈ ഭീകരവാദം വളർത്തുന്നതിന് വേണ്ടി മാത്രം ISI എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാതെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നതിനും വിഷയങ്ങൾ അല്ലെങ്കിൽ ലോകത്ത് മൊത്തം നടക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ഒരു കാലമല്ലേ പ്രതാപം എന്ന് പറഞ്ഞാൽ പണ്ടൻ ആനയൊക്കെ ഉണ്ടായിരുന്ന വീടായിരുന്നു പറയുന്നതൊക്കെ ഉള്ളൂ. ഒരു കാലത്ത് ഓക്കെ, അതിൻ്റെ ആണല്ലോ ഇപ്പോഴും നമ്മളത് ആ പേര് പറഞ്ഞത്, ISI എന്നുള്ള പേര് പറഞ്ഞത്. അപ്പം ഇസ്രായേലിൻ്റെ മൊസാദ്, അതാണ് ഏറ്റവും ലോകം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു രഹസ്യ ഏജൻസി എന്ന് പറയുന്നത്. റഷ്യക്കുണ്ടെന്ന് പറയാം FIS, ഇന്ത്യയുടെ അപ്പം ചൈനയുടെ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി, ചൈന ഇപ്പം ഇങ്ങനെ പല എല്ലാ ഏജൻസികളും. അപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ വിഭാഗം എന്ന് പറയുന്നതിനകത്ത് നിൽക്കുന്നത്, അത് പരസ്യമായിട്ട് എടുത്തില്ലെങ്കിലും ഇന്ത്യയുടെ ഒക്കെ തന്നെയാണ്. ചെയ്യുന്ന പല കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട്. പക്ഷേ റോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞങ്ങളാണ് ഇത് ചെയ്തത് എന്ന് പരസ്യപ്പെടുത്താൻ റോയ്ക്ക്, അതാണ് ആ രഹസ്യാന്വേഷണ വിഭാഗം, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മറ്റൊരു പ്രത്യേകതയും കൂടെ. അതിപ്പം ഇന്ത്യക്കാർക്കും ലോകത്തിനും ഒക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. പലയിടത്തും ഈ അജ്ഞാതർ പല വലിയ രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള രാജ്യങ്ങളിൽ ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ആൾക്കാരെ പോലും അജ്ഞാതം വകവരുത്തുന്നുണ്ട്. ആരാണെന്ന് അജ്ഞാതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം പണ്ടും ഇപ്പോഴും പ്രബലമായിരുന്നു, അതിനെക്കാട്ടി പ്രബലമാണ് ഇപ്പം. ഈ രഹസ്യാന്വേഷണ വിഭാഗം മൊസാദ് എന്ന് പറയുന്ന രഹസ്യാന്വേഷണ വിഭാഗം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗവും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ ഇപ്പോൾ ഈ വിഷയം വന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മൊസാദ് എന്ന് പറഞ്ഞത് ഈ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവരുടെ ശത്രുക്കൾ എവിടെ ഉണ്ടെന്ന് കണ്ട് തേടിപ്പിടിച്ച് കൊല്ലാനുള്ള അധികാരം സ്വതന്ത്രമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് ഏത് ഭരണം, അവിടെ നമ്മുടെ ഇന്ത്യയിലെ രാജ്യത്തെ കൂട്ട് ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്, പല പാർട്ടികളുണ്ട്, പല അഭിപ്രായമുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ഏജൻസിക്ക് ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ആര് വന്നാലും നിങ്ങളുടെ ജോലി ചെയ്തോളൂ. അതിൻ്റെ പുറത്തുണ്ടാകുന്ന, ഇപ്പം ആരെങ്കിലും ഒക്കെ കൊല്ലുമ്പോൾ നമ്മുടെ ഈ അമേരിക്ക പറയത്തില്ല, അത് ശരിയല്ല, മനുഷ്യാവകാശ ലംഘനമാണ്, പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ അത് തെറ്റായിപ്പോയി, ഇതൊക്കെ വന്നാൽ അവർ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ നമ്മുടെ ശത്രുക്കളെ കണ്ടെത്തി കൈകാര്യം ചെയ്യുക, അത് നിങ്ങളുടെ ജോലി അങ്ങനെ പോകും. അത് ഇവിടെ ആര് ഭരിച്ചോട്ട്, അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇസ്രായേലിൽ. അതുകൊണ്ട് തന്നെയാണ്, അതാണ് വട്ടം ശത്രുക്കൾ നിൽക്കുന്ന രാജ്യം. അതുകൊണ്ടാണ് ആ രാജ്യം ഇടയ്ക്ക് വെച്ച് അവരൊന്ന് റിലാക്സ് ചെയ്തപ്പോഴാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത്. ഒരു റിലാക്സേഷന് സെക്കൻഡുകൾ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ശത്രുക്കൾ വളഞ്ഞിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അല്ല, അത് മാത്രമല്ല, നിരന്തരം അവിടെ ഈ പാലസ്തീനിൽ നിന്നുള്ള മിസൈലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇവരത് ആകാശത്ത് വെച്ച് തന്നെ ഇത് അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. നിരന്തരം ഈ അറ്റാക്ക് നടക്കുന്നുണ്ട്. പിന്നെ വലിയൊരു മേജർ അറ്റാക്കാണ് ഇപ്പം നടന്നത്. ഞാനീ പറഞ്ഞത്, ഒരു റിലാക്സേഷൻ പോലും അല്പം പോലും സമയം, കണ്ണി ചിമ്പുന്ന സമയം പോലും ശ്രദ്ധിക്കാതെ പോയാൽ ശത്രുക്കൾ ആക്രമിക്കാൻ സാധ്യതയുള്ള രാജ്യമാണ്. പണ്ട് തൊട്ടേ അവർ ശീലിച്ചു. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ജോണിന്റെ പോക്കറ്റിൽ പെന ഇരിക്കുന്ന പോലെ അവിടുത്തെ ഓരോ പൗരനും നടക്കുമ്പോൾ ഓരോ തോക്കുണ്ട്.
തോളയിൽ കിടക്കും. അത് അവിടെ ഈ ബാഗ് ഇട്ടേക്കുന്ന പോലെ ഇട്ടേക്കുക. കാരണം മാത്രമല്ല ഇവരെല്ലാം മിലിറ്ററിയാണ്, ട്രെയിനിങ് കിട്ടിയവരാണ്, എല്ലാവരും എല്ലാവരും പട്ടാളക്കാരാണ്. അതുകൊണ്ട് അവരുടെ എല്ലാ രീതിയിലും ഡിസിപ്ലിൻ പട്ടാളമാണ്. അപ്പോൾ ഡിസിപ്ലിനുള്ള കൃത്യമായ അല്ലെങ്കിൽ നിർബന്ധിത സേവനം. ഞാനീ പറഞ്ഞു മൊസാദിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർക്ക് അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്കകത്ത് ഉള്ള ഒരു പോരായ്മയെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ റെസിഗ്നേഷൻ റോയെ രാഷ്ട്രീയ അല്ലെങ്കിൽ പലർക്കും സ്വാധീനിക്കാൻ സാധിക്കുന്നു എന്നതായിരുന്നു. ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമുക്ക് കരുത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു വിഷയം, ഒരു റോയുടെ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയത് ഞാൻ വായിച്ചതാണ്. അദ്ദേഹം റോയ്ക്കകത്ത് നിന്ന് പെൻഷൻ പറ്റി കഴിഞ്ഞിട്ട് ഇയാളുണ്ടല്ലോ പാകിസ്ഥാനിൽ താമസിക്കുന്ന നമ്മുടെ പണ്ട് ഇവിടെ കലാപം നടത്തിയ ദാവൂദ് ഇബ്രാഹിമിനെ വധിക്കുന്നതിന് വേണ്ടി ഇസ്ലാമാബാദ് വെച്ച് എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി. 5 പേരാണ് ആ ഓപ്പറേഷന് വേണ്ടി. അപ്പോൾ 5 പേര് ഇന്ത്യൻ പാസ്പോർട്ട് പോലും അല്ല, വേറെ രാജ്യങ്ങൾ. കാരണം ഒരു ഓപ്പറേഷൻ വളരെ കാലങ്ങൾ കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പണ്ട് ബില്ലാദിനെ അമേരിക്ക തൂക്കിയെടുത്ത് എത്ര കാലം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ കയറിപ്പോകാൻ ഒക്കത്തില്ല. അപ്പോൾ വേറൊരു രാജ്യത്ത് ചെന്ന് ആ രാജ്യത്തിൻ്റെ ആളായിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ ആ രാജ്യത്തിൽ വ്യാജ പേരിൽ പാസ്പോർട്ട് ഉണ്ടാക്കി ഇത് 4 പേരും കൂടി അവിടുന്ന് ഈ ഏജൻസിക്ക് ഇന്നതുപോലെ ഇന്ന സമയം ഇസ്ലാമാബാദിൽ അയാൾ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന സമയമുണ്ട്, ആ സമയത്ത് വെടിവെച്ച് കൊല്ലാൻ കാരണം സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. അവിടെ നിൽക്കുന്ന സമയം ഒരു അരമണിക്കൂർ മുമ്പ് ഫോൺ ചെയ്ത് പറഞ്ഞു അതിപ്പോൾ ആ ഓപ്പറേഷൻ മാറ്റിച്ചു. അതോടുകൂടി അത് അബോട്ടായി, ആ ടീം അബോട്ടായി അവർ തിരിച്ചു കയറി. പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പാടാ ജോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേനെ ഇത് ലീക്കായി. പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി മാറി, അദ്ദേഹത്തിൻ്റെ ആ താമസിക്കുന്ന സ്ഥലം മാറി, ആ റൂട്ട് മാറി. കാരണം അവിടുത്തെ പട്ടാളം കൊടുത്തിരിക്കുന്ന സുരക്ഷയിൽ നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പം പക്ഷെ അതാണ് റോയുടെ പ്രശ്നം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റോയൽ നിയന്ത്രിക്കുന്നതിനകത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വരുമ്പോൾ അവരുടെ നിയന്ത്രണം കൂടി അതിനകത്ത് വരുന്നതായിട്ടാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ആര് നിയന്ത്രിച്ചു എന്നുള്ളത് ഇപ്പോഴും അറിയത്തില്ല. പക്ഷേ ഒരിക്കലും പട്ടാള ഉദ്യോഗസ്ഥരെ തയ്യാറാവത്തില്ലെന്നാണ് അവർ പറയുന്നത്. കാരണം അവരുടെ മാനസികാവസ്ഥ വേറെയാണ്. അവർക്ക് ഇന്ത്യയുടെ ശത്രുവാണ്. രാഷ്ട്രീയക്കാരനാണല്ലോ ഇന്ത്യയുടെ ശത്രുവും അല്ലെങ്കിൽ ഒന്നുമില്ല. അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നവനല്ല അവൻ്റെ മിത്രം. അത് ഇന്ത്യയുടെ ശത്രുവായാലും ഇന്ത്യയുടെ മിത്രമായാലും ആരായാലും. അപ്പം ആ രീതിയിലാണ്. അപ്പം ഞാനീ പറഞ്ഞത് ഇതുപോലെ കാര്യങ്ങൾ ഈ ബംഗ്ലാദേശിലെ വിഷയം അവിടുത്തെ ഇന്റലിജൻസി കെൽപ്പുള്ളതാണോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളതോ എന്നുള്ളതിനെ പറ്റി നമുക്കറിയത്തില്ല. കാരണം ഇപ്പോഴത്തെ ഒരു അനുസരിച്ച് പട്ടാളത്തെ വിലക്കെടുത്തപ്പോൾ ഇന്ത്യ ഏജൻസി ഉൾപ്പെടെ വില. പക്ഷേ റോ വളരെ കാലത്തിന് മുമ്പേ റിപ്പോർട്ട് കൊടുത്തിരുന്നു അട്ടിമറിക്ക് സാധ്യതയുണ്ട്. ഏറ്റവും അവസാനം 7 മാസം മുമ്പ് ഇദ്ദേഹത്തെ പുതിയ പട്ടാള മേധാവി തീരുമാനിച്ച് പറഞ്ഞു അദ്ദേഹത്തിന് ചൈനയുമായിട്ട് ബന്ധമുള്ള ആളാണ്, അത് നിങ്ങൾക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല റഷ്യ 1 കൊല്ലം മുമ്പേ പരസ്യമായിട്ട് റഷ്യൻ വക്താവ് പറഞ്ഞില്ല, ഒരു സ്ത്രീ പറഞ്ഞ റിപ്പോർട്ട് ഉൾപ്പെടെ പറഞ്ഞല്ലോ, അവിടെ ഇലക്ഷന് ശേഷം ഹസീന വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ അവിടെ അട്ടിമറി സാധ്യതയുണ്ട്, അട്ടിമറിക്കുന്നതിൻ്റെ പുറകിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ട്, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അമേരിക്കൻ അട്ടിമറി ഇവിടെ നടപ്പാകുന്നുണ്ട്, വളരെ സൂക്ഷിച്ച് അട്ടിമറിക്കാൻ പറ്റില്ല, അതിനകത്ത് ഞങ്ങൾ ഇടപെടുമെന്ന് അമേരിക്ക പറഞ്ഞു. അമേരിക്ക അട്ടിമറിക്കും, അതിനകത്ത് ഞങ്ങൾ ഇടപെടുമെന്ന് റഷ്യ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ എന്തെല്ലാം ഓരോ ദിവസവും എന്തെല്ലാം അട്ടിമറിക്ക് വേണ്ടിയ മുന്നൊരുക്കങ്ങൾ, അല്ലെങ്കിൽ അത് കുഴപ്പമാണ് ഇത് കുഴപ്പമാണ്, ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്നു, മിഷ്യൻ്റെ കുഴപ്പം, എന്തെല്ലാം നടന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി പറയുന്നൊരവസ്ഥ വന്നില്ലേ, ഇവിടെ വീണ്ടും BJP ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുവാണെങ്കിൽ അയാൾ ഒരു മണ്ടനായതുകൊണ്ടാണ് കലാപം ഉണ്ടാവുമെന്ന്. നമ്മളെല്ലാം പറയുമ്പോൾ ഇവിടെ നരേന്ദ്രമോദി നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ നരേന്ദ്രമോദി വീണ്ടും ഭാഗ്യവാനാണ്, അതിനെക്കാട്ടി വലിയ ബുദ്ധിമാനാണ് RSS പണിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിപരമായിട്ട് പണിഞ്ഞതാണ്. ഇവിടെ നരേന്ദ്രമോദി 400-നപ്പുറം സീറ്റുമായിട്ട് അധികാരത്തിൽ വരികയായിരുന്നെങ്കിൽ ഇവിടെ ഇലക്ഷൻ അട്ടിമറി നടന്ന് നരേന്ദ്രമോദി ഈ സീറ്റ് പിടിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കലാപം തുടങ്ങിയനെ. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു, അതാണ് മനസ്സിലാവുന്നത്. അതിനു മുമ്പേ ഈ കലാപത്തിൻ്റെ ക്ലൈമാക്സ് സംസാരിക്കും. ഇത്തരം കലാപത്തിന് അങ്ങൊരു കുഴപ്പമുണ്ട്, കലാപത്തിന് മുമ്പേ കലാപത്തിന്റെ ക്ലൈമാക്സ് ഓപ്പറേറ്റ് ചെയ്യുന്നവർ സംസാരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആദ്യം അവസാനിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ അവസാനം നെറേറ്റീവ്സ്. അപ്പം ഈ രാഹുൽ ഗാന്ധിക്ക് കുറച്ച് ബുദ്ധി കുറവുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ എടുത്തിയാടി പറയും. അത് പറഞ്ഞതിന് ഇപ്പം ഇത് വളരെ കൃത്യമായിട്ട് മോദിക്ക് ഭരിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാനും സാധിച്ചു. പ്രതിപക്ഷം ഇത്രയും സീറ്റ് വന്നതുകൊണ്ട് കലാപത്തിനുള്ള കോപ്പ് കൂട്ടാനുള്ള ആ ഒരു സാഹചര്യം ഇല്ലാതെ. ഇനി വേറെ കാര്യങ്ങൾ നാളെ ഇപ്പം കർഷകർ ഇറങ്ങിയിട്ടുണ്ട് ട്രാക്ടറുമായിട്ട്. പഴയ കർഷക സമരം ഒരു കാര്യമില്ല, വീണ്ടും ഇപ്പം ട്രാക്ടർ അതിർത്തികളൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഉള്ള ആ പഴയ കർഷക സമരം വീണ്ടും കൊണ്ടുവരികയും പഴയ വേറെ വിഷയങ്ങൾ കൊണ്ടുവരികയും കലാപാഹ്വാനം നടത്തും. അപ്പം ഞാനീ പറഞ്ഞത് റോ പോലുള്ള സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കലാപങ്ങൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് പലപ്പോഴും
പൂർണ്ണതയിലെത്താതെ പോകുന്നത്, അതല്ലെങ്കിൽ പാളിപ്പോകുന്നത്. അപ്പം ഇത് നമുക്ക് വേണ്ടപ്പെട്ട രാജ്യങ്ങൾ കൊടുക്കുകയാണ്. മാത്രമല്ല വിവിധ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് രഹസ്യമായിട്ട് വെച്ച് അതിനെതിരെയുള്ള നീക്കങ്ങൾ നടത്താറുണ്ട്, പരസ്യപ്പെടുത്താറൊന്നുമില്ല. അപ്പോൾ പല രാജ്യങ്ങളും ഇപ്പോൾ ചൈന എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു, പാകിസ്ഥാൻ്റെ നീക്കം എന്ത്, ബംഗ്ലാദേശിൽ എന്ത് സംഭവിക്കുന്നു, അമേരിക്ക എന്ത് പോകുന്നു, അപ്പം എല്ലാം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം അതിവിദഗ്ധമായിട്ട് അന്വേഷിച്ചിട്ട് അതേ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതേ രീതിയിൽ കരുതലോടുകൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഈ അമേരിക്ക വളരെ കാലം കൊണ്ട് ശ്രമിച്ചത്, ഇപ്പോഴും ശ്രമിച്ചിട്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ പറ്റാതെ മുന്നോട്ട് പോകുന്നത്.